ഹായ്, ഇന്ന് നമുക്ക് ഒരു ഹണി പൊട്ടറ്റോ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ്, ഇച്ചിരി അല്പം നീളത്തിലാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇതുപോലെ മുറിച്ചത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചതുപോലെ ഊറ്റിയെടുക്കുക. അതിൻ്റെ വെള്ളം മുഴുവനും കളയുക. അത് പതിയൊന്ന് ആറിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയ സോസ് ഒരു 2 ടീസ്പൂൺ, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിച്ചത്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ മൈദ, ടേബിൾ സ്പൂൺ മൈദ ഇട്ടതിന് ശേഷം ഞാൻ പതിയെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ആ സോയ സോസിൽ നമുക്കത് മിക്സ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താണ്. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. നമുക്കൊരല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. വളരെ കുറച്ച് വെള്ളം ചേർത്ത് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് അത് നമ്മുടെ മസാല ഒന്നും അതിനകത്ത് കിട്ടില്ല, ബാറ്ററിൻ്റെ കൂടെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങ് മിക്സ് ആവാൻ പാകത്തിൽ കിഴങ്ങിലൊന്ന് പെരണ്ടിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഇത് മതി. ഇനി ഞാനത് വറുത്തെടുക്കാൻ പോവാണ്. ഇതല്പം അകത്തി ഇട്ട് വറുത്തെടുക്കണം. ഒരുപാട് ചേർന്ന് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ഒട്ടിപ്പോയെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല, നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഇതായിട്ട് കിട്ടിക്കോളും, നല്ല സെപ്പറേറ്റായി കിട്ടിക്കോളും. ഇതുപോലെ നമുക്ക് മുഴുവനും വറുത്തെടുക്കണം. ഇതുപോലെ നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ വറുക്കണം. ഇത് ഓൾറെഡി നമുക്ക് അല്പം നിറം അതിനകത്തുണ്ട്. അങ്ങനെ സോയ സോസ് നമ്മൾ ഒഴിച്ചിട്ടുള്ള കാരണം നമുക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും. നല്ലതുപോലെ ഗോൾഡൻ നിറമായിട്ട് നമുക്ക് കോരിയെടുത്താൽ മതി. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് നമുക്ക് വറുത്തെടുക്കണം. ഞാൻ അതേ പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് അതേ എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്, കാരണം അത് ഒരുപാട് കൂടുതലാണല്ലോ. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും 1 ടീസ്പൂൺ വീതം. നമുക്കതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി അല്പം സ്പൈസി ആയിരിക്കും, നമ്മൾ റെഡ് ചില്ലി സോസൊക്കെ ചേർക്കുന്നുണ്ടതുകൊണ്ട് അതുകൊണ്ടാണ് 3 പച്ചമുളക് ഇട്ടത്. ഇനി നമുക്ക് 1 സവോള നീളത്തിലരിഞ്ഞത്. എരിവിനനുസരിച്ച് വേണം പച്ചമുളകൊക്കെ നമുക്ക് ചേർക്കാനായിട്ട്. നിങ്ങളിലൊക്കെ എങ്ങനെയാണോ, നല്ല സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. സവോള ഒന്ന് വാടി വരണം.
ഒരു ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പതിയെ ഒന്ന് വാടിയാൽ മതി. ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു. കാശ്മീരി ചില്ലിയാണ് ഞാൻ ആഡ് ചെയ്തത്. കാശ്മീരി ചില്ലി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു നിറം കൂടി കിട്ടും. അതിന് എരിവും കുറവാണല്ലോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ഇനി 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വറ്റി വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. സോസുകളെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്നവരെ മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നല്ലതുപോലെ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കി ഇതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഡ്രൈ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കോൺഫ്ലോർ ഒഴിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എള്ളാണ് ഇട്ട് കൊടുത്ത്, വെളുത്ത എള്ള്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ ഈ സമയത്ത്. കാരണം നമ്മൾ സോസുകളെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തായിരുന്നു. നമ്മൾക്ക് നല്ല ഡ്രൈ ആയിട്ടിരിക്കേണ്ടതായതുകൊണ്ട്. അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ സോസുകളെല്ലാം പൊട്ടറ്റോയിൽ നല്ലതുപോലെ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ഹണി പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.